ഫെമിന, ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ തൊഴിലാളികൾ ഈ ഗ്യാസ് കിട്ടാത്ത കാരണം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കൂട്ടമായി മടങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് വലിയ തോതിൽ തൊഴിൽ മേഖലയെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ചെറിയ പൈസയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നവർക്ക് അത് ലഭ്യമാകാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ സാധാരണ മനുഷ്യന് അങ്ങേറ്റം ദുരിതപൂർണമായ ഒരു സാഹചര്യം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് അരമണിക്കൂർ പവർ കട്ട് ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടായ പുകില് നമ്മൾ കണ്ടതാണ്. അത് പവർ കട്ടല്ല, അത് വൈദ്യുതി നിയന്ത്രണമാണ്. ലോഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫോമർ ട്രിപ്പായി പോകുന്നതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. ഇത് നോക്കൂ, നമ്മുടെ വീട്ടിൽ അന്നം പുകയുന്നില്ല. ഹോട്ടലുകളിൽ അവർക്ക് ആവശ്യത്തിന് ഗ്യാസ് കിട്ടുന്നില്ല. കിട്ടുന്ന ഗ്യാസിന് തന്നെ വലിയ തോതിൽ വില ഈടാക്കുകയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കണ്ട ഭാവം നടിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രതികരണവും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അടുക്കള അടച്ചുപൂട്ടേണ്ടി വന്നാലും നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരക്ഷരം പോലും പറയാൻ നമ്മളുടെ മാധ്യമങ്ങൾ, നമ്മുടെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാർ, നിരീക്ഷകർ ഒന്നും തയ്യാറാകുന്നില്ല. ഫെമിന, അത് തീർച്ചയായും ഈ പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാജ്യത്ത് ഈ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും LPG സിലിണ്ടറുകൾ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ദില്ലിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ജോലി തേടി ദില്ലിയിൽ എത്തിയ തൊഴിലാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഈ ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കുമൊക്കെ തിരിച്ച് ദില്ലിയിൽ നിന്ന് മടങ്ങുന്ന ഈ തൊഴിലാളികളുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ തൊഴിലാളികളുടെ തിരക്ക് വലിയ തോതിൽ അനുഭവപ്പെട്ടിരുന്നു. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. രാജ്യം കോവിഡിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു പ്രസ്താവന രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് എത്രമേൽ ചർച്ച ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം കോവിഡിന് സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് രാജ്യം നീങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ LPG സിലിണ്ടറുകൾ ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചത് നമുക്കറിയാം. ആഗോള വിപണിയിൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുവരികയാണ്. ഹോർമോസ് കടലിടുക്കിൽ പല കപ്പലുകളും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് ഇത്തരത്തിൽ LPG പ്രതിസന്ധി ഉണ്ട്. LPG വിതരണത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. അതിന്റെ മേൽ കൂടി ഇപ്പോൾ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും LPG സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമ്പോൾ ഇനി ഈ കുറച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും രാജ്യത്ത് വലിയൊരു വിലക്കയറ്റമുണ്ടാകും. ഇത് സാധാരണപ്പെട്ട ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. അപ്പോൾ തീർച്ചയായും ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അവർ ഇതുപോലെ നേരത്തെ ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത്തരത്തിൽ കൂട്ടപാലായനം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു തൊഴിലാളികൾ. തീർച്ചയായും ഫെമിന, ഇത് വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്ന തരത്തിൽ മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ഈ ഗ്യാസ് പ്രതിസന്ധി സാധാരണ തൊഴിലാളികളെ അടക്കം ബാധിക്കുന്നുണ്ട്.